എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. വളരെ വിശാലവും പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതുമായ വലിയൊരു സബ്ജക്റ്റാണ് ടെക്നോളജി എങ്ങനെയൊക്കെയാണ് നമ്മുടെ പേഷ്യൻ്റ് കെയറിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ചികിത്സാ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. സുഭാഷ് സർ, നമുക്ക് ഈ ടെക്നോളജിയിലെ മാറ്റങ്ങൾ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് നിലവിൽ എത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നൊന്ന് വിലയിരുത്താമോ? ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയിൽ ഈ ടെക്നോളജി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെ അതിശയകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് വിവിധ മേഖലകളിൽ ടെക്നോളജിയുടെ സാന്നിധ്യം നമുക്ക് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. വിവിധ മേഖലകളെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അത് ഡയഗ്നോസിസ്, അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങളാകട്ടെ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്, അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഇതിനകത്തെല്ലാം തന്നെ ടെക്നോളജി ഇന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഞാൻ ബേസിക്കലി ഒരു ഗ്യാസ്ട്രോ സർജനാണ്. അപ്പോൾ അബ്ഡോമിനൽ സർജറീസാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. കൂടുതലും ക്യാൻസർ സർജറീസാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്തെല്ലാം ഇപ്പോൾ നമ്മൾ അബ്ഡോമിനൽ സർജറീസ് പലതും ചെയ്തുകൊണ്ടിരുന്നത്, പണ്ട് കാലത്ത് വളരെ പണ്ടല്ല, ശരിക്കും ഞങ്ങൾ MBBS അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും വയറ് തുറന്നുള്ള സർജറീസാണ് നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കാലം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 15 to 20 ഇയേഴ്സിൽ ഇന്നിപ്പോൾ എൻ്റെ പ്രാക്ടീസസിൽ മേജർ പ്രാക്ടീസ് മുഴുവൻ 90%, മോർ ദാൻ 90% ഓഫ് ദ പ്രാക്ടീസും വയറ് തുറന്നുള്ള സർജറികളല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറിയിലോട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഇപ്പോൾ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിനോ സർജറി ചെയ്യുന്നതിനോ വയറ് തുറക്കേണ്ട കാര്യമില്ല. കീ ഹോൾ സർജറീസ്, ലാപ്രോസ്കോപ്പിക് സർജറി. അപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെയാണ് ഇപ്പോൾ മെജോറിറ്റി സർജറീസും ചെയ്യുന്നത്. ഈ മുൻ കാലഘട്ടങ്ങളിൽ ചെറിയ സർജറീസ് ലൈക്ക് കോളിസിസ്റ്റക്ടമി, അപ്പൻഡിസെക്ടമി, ഹേർണിയ സർജറീസൊക്കെയാണ് നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. കാലം പിന്നെയും മുന്നേറി. ഇപ്പോൾ ഒട്ടുമിക്ക ക്യാൻസർ സർജറീസ് പോലും നമ്മളിപ്പോൾ മിനിമലി ഇൻവേസീവ് മെത്തേഡ്സിലൂടെയാണ് ചെയ്യുന്നത്, ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. ലിവർ സർജറീസ് നമ്മളിപ്പോൾ കീ ഹോൾ സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. ആ കാലഘട്ടവും മാറി. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ, റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് പോലും ഇപ്പോൾ മിനിമലി ഇൻവേസീവ് കീ ഹോൾ സർജറികളിലൂടെ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ലാപ്രോസ്കോപ്പിക് സർജറി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട്, കഴിഞ്ഞ ഒരു 5 to 10 ഇയേഴ്സായിട്ട് റോബോട്ടിക് സർജറി രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അടുത്ത പതിപ്പാണ്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും സർജറീസ് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്, റോബോട്ടിക് സർജറി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇന്ന് ടെക്നോളജിയുടെ അഡ്വാൻസസ് ആണ്. ഈ സർജറിയുടെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുമ്പ് സർജറീസ് ചെയ്യുന്നത് കൺവെൻഷണൽ മെത്തേഡ്സിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സിസേഴ്സ് ആൻഡ് സ്കാൽപ്പൽസ്, കത്തിയും കത്രികകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നേ സർജറി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബ്ലഡ് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജി വന്നതിന് ശേഷം 100 കണക്കിന് ഉപകരണങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സർജിക്കൽ ആർമമെൻറ്റേറിയം എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട് ബ്ലീഡിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. കോട്ടറി ഡിവൈസസ്, ഹാർമോണിക് സ്കാൽപ്പൽ, ഈ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹാർമോണിക് സ്കാൽപ്പൽ, ലൈഗാഷുവർ, ക്യൂസ, ഇങ്ങനെ 100 കണക്കിന് മെഷീനുകൾ ഉപയോഗിച്ചാണ് ഇന്ന് സർജറികൾ ചെയ്യുന്നത്. മുൻപൊക്കെ നമ്മളിപ്പോൾ സർജറീസ് ചെയ്യുമ്പോൾ പലപ്പോഴും പേഷ്യൻസിനോട് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് ബ്ലഡ് കരുതി വയ്ക്കാൻ പറയും. അപ്പോൾ 1 കുപ്പി രക്തം, 2 കുപ്പി രക്തമൊക്കെ കരുതി വയ്ക്കാൻ പറയും. ഇപ്പോൾ ആ കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത്തരം ടെക്നോളജി വന്നതിന് ശേഷം പല സർജറീസും നമ്മൾ വിത്തൗട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ് ചെയ്യുന്നത്. ചെറിയ സർജറീസ് അല്ല, വലിയ സർജറീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലിവർ സർജറീസ്, ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള സർജറീസ് ഇപ്പോൾ വിത്തൗട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ആദിത്യ സർ, ഇതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് ഒരു ഡോക്ടറെ എത്രമാത്രം സഹായിക്കുന്നുണ്ട്? അതർ സൈഡ് ഇതിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ അവരുടെ ചികിത്സാ ചെലവ് കുറയ്ക്കാൻ ഇത്തരം പുതിയ കണ്ടെത്തലുകൾ സഹായിക്കുന്നുണ്ടോ? First of all, good afternoon. Thank you for this opportunity, Madhur-Bhumi. I'm really glad to be here. See, sir, first we need to define what health tech is. Tech നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു ടേമാണ്.
ഇപ്പോൾ ഹെൽത്ത് ടെക്കിൻ്റെ ഒരു ഡെഫിനീഷൻ എന്ന് നമുക്ക് ആദ്യം ഒരു ആബ്സ്ട്രാക്റ്റ് ആയിട്ട് പറയാമെങ്കിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഇൻ ദി എൻഡ് വാട്ട് ഈസ് ബെനിഫിഷ്യറി ഫോർ ദി എൻഡ് യൂസർ എന്ന് നമ്മളിത് പറയുന്നത് ഓഫ് കോഴ്സ് പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് എങ്ങനെ ബെനിഫിറ്റ് ആവുന്നോ അത് തന്നെയാണ് ഒരു നല്ല ഹെൽത്ത് ടെക്കിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ. സോ സാറ് പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, ഡിസീസ് കണ്ടുപിടിക്കണം അല്ലേ, ഇതാണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് ബ്രോഡായിട്ട് പറയുന്നത്. സോ ഇഫ് യു ലുക്ക് ബാക്ക്, നമ്മുടെ ആദ്യത്തെ എക്സ്റേ ഇന്ത്യ വരുന്നത് 1900s. സോ ഇറ്റ് ഹാസ് ബീൻ ഓൾമോസ്റ്റ് 125 years. ആൻഡ് വെൻ വി സ്റ്റാൻഡ് ഇൻ 2025, നമ്മൾ ബോഡീനെ വിഷ്വലൈസ് ചെയ്യുന്ന രീതി അങ്ങ് മാറി അല്ലേ. സോ ആദ്യം വിഷ്വലൈസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു മേജർ ചങ്ക് ടെക്കിൽ ഉണ്ട്, സ്റ്റാർട്ടിങ് ഫ്രം എക്സ്റേസ് ടു CTs ടു ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്. സാറിനറിയാം, നമ്മളൊരു എൻഡോസ്കോപ്പി, ഒരു കൊളോണോസ്കോപ്പി, ഒരു CT, ഒരു MRI, ന്യൂറോ ഇമേജിങ്ങിൽ അത് എന്തുമാത്രം നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രെയിനിലെ ഓൾമോസ്റ്റ് മൈന്യൂട്ട് ഏരിയ പോലും നമുക്കിപ്പം വിഷ്വലി കാണാൻ പറ്റും. സോ വിഷ്വലി കണ്ടാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജായി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ദിസ് ലാസ്റ്റ് 50 years ടെക് ഹാസ് ഇവോൾവ് സോ മച്ച് ദാറ്റ് പണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസം ഒരു ഇഷ്യൂ ഡയഗ്നോസ് ചെയ്യാൻ എടുക്കണമെങ്കിൽ നൗ വി ക്യാൻ കട്ട് ഷോർട്ട് ദാറ്റ് ടൈം. അപ്പോൾ അതാണ് മേജർ ചങ്ക് വെയർ ടെക് ഹാസ് റിയലി ഇംപ്രൂവ്ഡ്. സെക്കൻഡ് തിങ് ഇസ് അബൌട്ട് ട്രീറ്റ്മെൻറ്റ്. See, for example, a surgery ഒരു 10-20 വർഷം മുമ്പ് സാറ് പറഞ്ഞ പോലെ ഒരു അബ്ഡോമിനൽ സർജറി അല്ലെങ്കിൽ ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി അല്ലെങ്കിൽ ഒരു സ്പൈൻ സർജറി, ദ പേഷ്യൻ്റ് ഹാസ് ടു സ്പെൻഡ് ഓൾമോസ്റ്റ് ഒരു 10-15 ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യണം. So because of newer technologies, say minimally invasive surgeries, say treatments using laser, ഈ ഹോസ്പിറ്റൽ സ്റ്റേ നമ്മൾ 2 or 3 ഡേയ്സിലേക്ക് കട്ട് ഷോർട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹെൽത്ത് ടെക്കിൻ്റെ മേജർ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ്, AI ഇസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, സ്റ്റിൽ ഇവോൾവിങ്, സ്റ്റിൽ ഗ്രോയിങ് അപ്പ് ഒരു ഫാക്ടറാണ് AI എന്ന് പറയുന്നത്. ഹെൽത്ത് കെയറിൽ AI ഇസ് മോർ യൂസ്ഡ് റൈറ്റ് നൗ ഇൻ ഏർലി ഡിറ്റക്ഷൻ. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻസർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. സോ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതിലാണ് AI കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂസ് ഓഫ് AI ഇസ്, we know newer pandemic is coming, newer vaccines are being found, newer data is being processed. AI can augment this data faster. അതായത് നമ്മൾ ഈ ക്ലിനിക്കൽ ട്രയൽസ് ആയാലും ഡ്രഗ്സിൻ്റെ ട്രയൽ ആയാലും, this AI, what it does is this augments this data and gives us a conclusive result much more faster. ഇതാണ് AIയുടെ right now ഉള്ള മേജർ ചങ്ക്. സെക്കൻഡ് തിങ് ഇസ്, ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലോട്ട് മാത്രമല്ല അല്ലേ. ഇപ്പം ഈവൻ വെൻ യു ഗോ ഹോം യു നീഡ് ടു ബി റിമോട്ടഡ്ലി മോണിറ്റേർഡ്. നമ്മുടെ വൈറ്റൽസ്, നമ്മുടെ പേഷ്യൻറ്റിൻ്റെ എല്ലാം വൈറ്റൽസ് ഷുഡ് ബി മോണിറ്റേർഡ്. സോ റിമോട്ട് മോണിറ്ററിംഗിലും AI ഹാസ് റിയലി ഹെൽപ്ഡ്. And major chunk, I think Dr. Rahul will speak on it a bit more, which I am also very new, is rehabilitative medicine. From surgery കഴിഞ്ഞു, patient hospital time കഴിഞ്ഞു. ഇപ്പോൾ 70% ഡോക്ടറിൻ്റെ ജോബ് ആണെങ്കിൽ 30% is how you rehabilitate the patient into normalcy. Rehabilitation, AI has done huge miracles. So ഇതാണ് AI എന്ന ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മേജർ ആയിട്ട് ഹെൽത്ത് കെയറിൽ ടച്ച് ചെയ്ത പോയിന്റ്സ്. യെസ് ഡോക്ടർ രാഹുൽ സർ, നമ്മുടെ ഈ മികച്ച ചികിത്സാ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും നഗര കേന്ദ്രീകൃതമായി പോകുന്നുണ്ട് എന്ന് പൊതുവെ പറയാറുണ്ട്, നല്ല ഹോസ്പിറ്റലുകൾ. ഇത് നമ്മുടെ ഗ്രാമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഏറ്റവും മികച്ച ചികിത്സ അവർക്ക് ലഭ്യമാകാതെ പോകുന്ന ഒരു സാഹചര്യവും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി ഇതെത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട്? ഡെഫിനറ്റ്ലി നമ്മളൊരു ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നും നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഇനിക്വിറ്റി പോക്കറ്റ്സാണ്. അത് നമുക്ക് നഗരങ്ങളിൽ മികച്ച ആശുപത്രികളുള്ളത് മാത്രമല്ല, മറ്റ് ഒരുപാട് സേവനങ്ങൾ, ഇതിൻ്റെ അനുബന്ധ സേവനങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം ഒരുപക്ഷെ ഗ്രാമീണ മേഖലയിലോ അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ഇഷ്യൂസ് ഉള്ള പ്രദേശങ്ങളിലോ അത് കിട്ടാതെ പോകുന്ന സാഹചര്യം, അത് കാലാതീതമായി നിലനിന്ന് പോകുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ
അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഡയഗ്നോസിസ് പാർട്ടിൽ തുടങ്ങി രോഗപ്രതിരോധത്തിൽ തുടങ്ങി അതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണത്തിൽ നിന്നും ചികിത്സയിലും റീഹാബിലിറ്റേഷനും എല്ലാ മേഖലയിലും സമസ്ത മേഖലകളിലും ഒരുപക്ഷെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഇത്. അപ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഇപ്പം ടെലി മെഡിസിൻ സംവിധാനം അത് ഒരുപക്ഷെ കോവിഡ് പിന്നെ ലോകമഹായുദ്ധങ്ങൾ നടന്നപ്പോഴാണ് മരുന്നുകളുടെ കണ്ടെത്തലുകളിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടായത്. അതേപോലെ കോവിഡിന് ശേഷം ശാസ്ത്രലോകത്തിനോ വൈദ്യശാസ്ത്ര ലോകത്തിനോ എന്ത് സംഭാവന ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ അഡോപ്ഷൻ വളരെ ഫാസ്റ്റായി എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് വളരെയധികം സംസ്ഥാന സർക്കാർ തലത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ടെലി ICU പോലുള്ള സംവിധാനങ്ങൾ. അപ്പം അതിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ സഞ്ജീവനി പോലെയുള്ള ഒരു പബ്ലിക് ടെലി കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം ഇന്ന് എക്സിസ്റ്റ് ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി ഒരു പേഷ്യൻ്റ് നേരിട്ടൊരു ഡോക്ടറോട് സംവദിക്കുന്നതിനോ അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് ഒരു ഫർദർ ഹയർ സ്പെഷ്യാലിറ്റിയുള്ള ഡോക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോ ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി ഉത്തരവ് തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വാട്സാപ്പിലൂടെയോ ഫോണിലൂടെയോ ഉള്ള പ്രിസ്ക്രിപ്ഷൻസ് ആക്ച്വലി വാലിഡ് അല്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഈ സഞ്ജീവനി പോലുള്ള അംഗീകൃത പ്ലാറ്റ്ഫോമുകളിലുള്ള പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നോ മറ്റ് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നോ ഈ മരുന്നുകൾ വാങ്ങാൻ പോലും സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഇതൊരു വലിയൊരു ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ് ഈ ഒരു കൺസൾട്ടേഷൻ ആംഗിൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ പല രോഗങ്ങളെയും വളരെ നേരത്തെ കണ്ടെത്തുക, നേരത്തെ ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ലെവലിൽ 30 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഈ ജീവിതശൈലി രോഗങ്ങളുടെ റിസ്ക് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശൈലി പോലുള്ള പ്രവർത്തനങ്ങൾ. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല നമുക്കിപ്പോൾ നേരത്തെ കൺവെൻഷനലായി നമ്മൾ ആലോചിക്കുന്ന തരത്തിലുള്ള ലാബിൽ പോയി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ മാറി. ഇപ്പോൾ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ഡിവൈസുകൾ നമുക്ക് ഒരുപാട് ലഭ്യമാണ്. അപ്പം കമ്മ്യൂണിറ്റി ലെവൽ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ സഹായത്തോടു കൂടി തന്നെ വീട് വീണാന്തരം കയറിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ക്യാമ്പുകളിലൂടെ ഏറ്റവും റിമോട്ടസ്റ്റ് ഏരിയാസിൽ പോലും നമുക്ക് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റാർട്ടിങ് ഫ്രം ഒരു അനീമിയ കണ്ടെത്തുന്നത് മുതൽ ക്യാൻസർ കണ്ടെത്തുന്നത് വരെയുള്ള സാധ്യതകൾ ഇത്തരത്തിലുള്ള ടെക്നോളജി അഡോപ്ഷൻ കൊണ്ട് സാധ്യമായിരിക്കുകയാണ്. പിന്നെ ഡോക്ടർ ആദിത്യ നേരത്തെ സൂചിപ്പിച്ച പോലെ റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെയുള്ള ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. ഒബ്വിയസ്ലി ഈ പറയുന്ന ഇനീക്വിറ്റി ഇഷ്യൂ അവിടെയുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരുപക്ഷെ എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ സാധ്യമാവുന്ന സാധനമായിരിക്കില്ല. പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അത് സംസാരിക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇപ്പം സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിലായാലും ചെറിയ കുട്ടികളിൽ ബ്രെയിൻ ഇഞ്ചുറി സംഭവിച്ചുകൊണ്ട് പിന്നീട് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലായാലും റിയൽ വേൾഡ് എക്സ്പീരിയൻസസ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വഴി അവർക്ക് പെർസീവ് ചെയ്യുന്ന രീതിയിൽ ആ സെൻസറി ഇൻ്റഗ്രേഷനോട് കൂടിയാണ് ഒരുപക്ഷെ മോട്ടോർ റീഹാബിലിറ്റേഷൻ നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സാധ്യതകൾ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. മറ്റേ റിമോട്ട് ഏരിയാസിലേക്കുള്ള സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള ടെലി ഓപ്ഷനുകളാണ് ആക്ച്വലി നിലവിൽ നിലനിൽക്കുന്നത്. സ്റ്റിൽ വി ഹാവ് എ ലോങ് വേ ടു ഗോ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവിടെ കൂട്ടിച്ചേർത്ത് പറയാനാണ് ഇപ്പോൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ കാലം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സ്പീഡ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ഇപ്പോൾ ഈ ടെലിമെഡിസിൻ നമ്മൾ കോവിഡ് സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി. ഇപ്പോൾ ടെലി സർജറി പോലും സാധ്യമാകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്നിപ്പോൾ ജീവിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വാർത്തകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഫസ്റ്റ് FDA അപ്രൂവ്ഡ് റോബോട്ടിക് ടെലി സർജറി US ചെയ്ത് കഴിഞ്ഞു. ഉദാഹരണത്തിൽ ഇപ്പോൾ ആഫ്രിക്കയിലുള്ള പല കൺട്രീസിലും എക്സ്പെർട്ടൈസുള്ള ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ ഇപ്പം നമ്മുടെ സാഹചര്യമല്ല, ഞാൻ ലോകം മൊത്തമുള്ള സാഹചര്യത്തിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ആഫ്രിക്കയിൽ അങ്കോള എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഉള്ളൊരു പേഷ്യൻറ്റിൻ്റെ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ സർജറി അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ഓർലാൻഡോ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഒരു സർജൻ പെർഫോം ചെയ്യുകയാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. അത് സക്സസ്ഫുള്ളായി ചെയ്ത് കഴിഞ്ഞു. ഒരു 2 hours കൊണ്ട് പ്രോസ്റ്റേറ്റിക് ക്യാൻസർ സർജറി റോബോട്ടിക് ടെലി സർജറി അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ലോകം ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ടെലി മെഡിസിൻ മാത്രമല്ല ടെലി സർജറിയിലോട്ട് പോലും മാറുന്ന കാലഘട്ടമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ജസ്റ്റ് ടു ആഡ്, ഇന്ത്യ പോലത്തെ ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഒരു കൺട്രിയിൽ ഹെൽത്ത് ടെക് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ ഒരു സ്റ്റാറ്റ് ഞാൻ പറയാം. In 23-24, India alone has done around 8.2 million cataract surgeries. 8.2 million. If you look at China, who's next in population, has done at around only 3.2 million cases. Okay. അപ്പം ഇതാണ് ഈ ആക്സസിബിലിറ്റി എല്ലാവരെയും എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ.
30 years back, 40 years back, വലിയ ടെക്ക് വലിയ ആശുപത്രികളിൽ മാത്രമേ ലഭ്യമാവുന്നുള്ളൂ, അത് എക്സ്പെൻസീവ് ആണ് എന്നുള്ള നോഷൻ ബ്രേക്ക് ചെയ്ത് സ്മോളർ ഹോസ്പിറ്റൽസ്, ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ 2 സ്പെഷ്യാലിറ്റി മാത്രം എടുക്കുന്ന ഹോസ്പിറ്റൽസ് കേരളത്തിൽ ഭയങ്കര റാമ്പൻ്റ് ആണ്. ഈ ടെക്ക് ഇങ്ങനെ വേണം ആക്സസിബിൾ ആക്കാൻ. Especially, say, another example is post-COVID, when we all talk about how in the UK the NHS failed. ഇപ്പോഴും യു കെയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കണേ, ഇറ്റ് വിൽ കോസ്റ്റ് യു അറൗണ്ട് 7,000 rupees to 14,000 rupees. ഒരു ECG ആണ്. വേർ ഇൻ കേരള യു ക്യാൻ ടേക്ക് എൻ MRI ഹിയർ ഫോർ 2,500 rupees. ഇതാണ്, ഇങ്ങനെ വേണം ടെക്കിനെ ആക്സസിബിൾ ആക്കി എടുക്കാനായിട്ട്. അക്സെപ്റ്റബിലിറ്റി വേണം. ടെക്കിനെ കണ്ട ആൾക്കാർ ഇൻറ്റിമിഡേറ്റഡ് ആവരുത്. അയ്യോ പുതിയ ടെക്ക് എക്സ്പെൻസീവ് ആവും, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഫാക്ടർ കൊണ്ടുവരരുത്. ഡോക്ടർ, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും വൈദ്യശാസ്ത്രത്തെ എങ്ങനെയൊക്കെ വിലയിരുത്താൻ പറ്റും? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ടെക്നോളജിയെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പലപ്പോഴും അതിശയകരമായ പല സാധനങ്ങളുമാണ് നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇതിൻ്റെ ട്രയൽസും ബാക്കിയുള്ള പല എക്സ്പെരിമെൻസും എല്ലാം പോകുന്നത്. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ ഡയഗ്നോസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ലാസ്റ്റ് 2024 ഡിസംബറിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി എന്ന് പറഞ്ഞൊരു സെൻറ്ററിൽ അവരൊരു പുതിയൊരു പ്രോഡക്റ്റ് അവർ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു പിൽ ബോട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസ് സ്കാൻ ചെയ്യുന്നതിനായിട്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ ഇരിക്കുന്നൊരു സാധനമാണ്. അതിനുള്ളിൽ ക്യാമറയുണ്ട്, ബാക്കി സെൻസേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് മോണിറ്ററിങ് സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗുളിക പോലെ ഇരിക്കുന്ന ആ സാധനം വിഴുങ്ങിയാൽ മതി. സോ യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻസൈഡ്. അപ്പോൾ നമുക്ക് അകത്തുള്ള ബ്ലീഡിങ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിന്, ട്യൂമറുകൾ കണ്ടുപിടിക്കുന്നതിന്, ഗ്രോത്തുകൾ കണ്ടുപിടിക്കുന്നതിന്, അത് വയറിലൂടെ പോയി പുറത്തെത്തുന്ന അത്രയും സമയം കൊണ്ട് ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ തുടങ്ങിയ എല്ലാ ഭാഗവും നമുക്കത് സ്കാൻ ചെയ്ത് പുറത്ത് വരുന്ന ഒരു സാധനം. ഓൾറെഡി അതിൻ്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിൽ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഡയഗ്നോസിസിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സർജിക്കൽ പ്ലാനിങ്ങിൽ നമുക്കിപ്പോൾ CT സ്കാനുണ്ട്, MRI സ്കാനുകളുണ്ട്, പെറ്റ് സ്കാനുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുകളും പുതുതായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം മെബിസ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഇപ്പം കറൻ്റ്ലി അവൈലബിൾ ആണ്. അത് ടെസ്റ്റിംഗ് ഫേസസിലാണ്, പല ഫോറിൻ കൺട്രീസിലും ഉണ്ട്. അത് ലിവർ സർജറീസിനാണ്. അപ്പോൾ നമ്മൾ ഈ CT സ്കാനിലും MRI സ്കാനും ഒക്കെ എടുത്ത ഡേറ്റ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 3D ഇമേജ് ഉണ്ടാക്കി തരും. അപ്പോൾ ഈ 3D ഇമേജ് വെച്ചിട്ട് നമുക്ക് എവിടെയാണ് കറക്റ്റായിട്ട് ഈ ട്യൂമർ ഇരിക്കുന്നത്, അതിലേക്ക് സപ്ലൈ ചെയ്യുന്ന വെസൽസ് ഏതൊക്കെയാണ്. അത് മാത്രമല്ല, നമുക്ക് രോഗിയിൽ സർജറി ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ 3D മോഡൽ ഉപയോഗിച്ച് അതിനകത്ത് ട്രയൽ ഡിസെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രോഗിയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇത് ഉപയോഗിച്ച് ട്രയൽ ഡിസെക്ഷൻ ചെയ്ത് കറക്റ്റ് ഏത് മാർഗത്തിൽ പോകണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് രോഗിയിൽ സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിപ്പം ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുന്നു ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം ട്രാൻസ്പ്ലാന്റേഷനിൽ ഡോണർ അവൈലബിലിറ്റിയാണ്. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഓർഗൻസ് അതിൻ്റെ സ്കേഴ്സിറ്റിയാണ്. ഇപ്പോൾ ലിവർ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഹാർട്ട് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് രോഗികൾ വെയിറ്റിംഗ് ആണ്. പിന്നെ ഭാവിയിൽ ടെക്നോളജി പോകുന്നത് 3D ബയോ പ്രിൻറ്റിങ് എന്ന് പറയുന്നൊരു ടെക്നോളജി ഇപ്പോൾ പലയിടത്തും അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3D ബയോ പ്രിൻറ്റിങ് വഴി നമുക്ക് ലിവറോ കിഡ്നിയോ ഒക്കെ ഭാവിയിൽ സൃഷ്ടിച്ചെടുത്തേക്കാൻ പറ്റിയേക്കും. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് പോകാൻ പറ്റും. നേരത്തെ നമ്മളിപ്പോൾ റോബോട്ടിക് സർജറി പറഞ്ഞു. ഇപ്പോഴുള്ള റോബോട്ടുകളെല്ലാം ഒരു മാസ്റ്റർ സ്ലേവ് റോബോട്ട്സാണ്. അതായത് സർജൻസ് തന്നെയാണ് കൺസോളിലിരുന്ന് റോബോട്ടിക് ആമുകളെ നിയന്ത്രിക്കുന്നത് സർജൻ തന്നെയാണ്. ഭാവിയിൽ ഒരുപക്ഷെ ഈ AI സഹായത്തോടു കൂടി ഈ തന്നെത്താനെ സർജറി ചെയ്യാൻ പറ്റുന്ന റോബോട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇതൊന്നുമല്ല, ഇപ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റിങ്ങുകൾ, ഹോൾ ജീനോം സീക്വൻസിങ്, ഇതൊക്കെ വളരെ രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ പല അസുഖങ്ങൾക്കും സർജറിയോ മരുന്നുകളൊന്നും വേണ്ടാത്തൊരവസ്ഥ എത്തിയേക്കാം. കാരണം വെച്ചാൽ ഇപ്പോൾ ക്രിസ്പർ പോലത്തെ ടെക്നോളജികളുണ്ട്. അത് ഉപയോഗിച്ച് ജീൻ എഡിറ്റിംഗ് ഇപ്പോൾ പലപ്പോഴും ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള അസുഖങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ജീൻ സീക്വൻസിങ് വഴിയിട്ട് പ്രശ്നമുള്ള ജീനുകൾ അല്ലെങ്കിൽ പ്രശ്നമുള്ള ഏരിയകൾ DNA കണ്ടെത്തിയാൽ ക്രിസ്പർ ടെക്നോളജി വെച്ച് DNA എഡിറ്റിംഗ് ചെയ്ത് അസുഖം ട്രീറ്റ് ചെയ്യാനോ വരാതിരുത്താനോ ഉള്ള രീതിയിലേക്ക് സാങ്കേതികവിദ്യ ഭാവിയിൽ പുരോഗമിച്ചേക്കാം. ആദ്യ സാർ ഇക്കാര്യത്തിൽ ടെക് വിൽ ഓൾവേസ് കീപ് ഇവോൾവിങ്.
അല്ലേ? നമ്മളിപ്പം നോക്കിയ 20 years നോക്കിയാൽ വിൽ ഓൾവേസ് ഇവോൾവ്. ഇപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ ഒരു ആഡ് ചെയ്യാൻ, ഇപ്പം നമുക്കൊരു വൈറ്റമിൻ ക്യാപ്സ്യൂളിൻ്റെ അത്രയേ ഉള്ള പേസ് മേക്കർ വന്നിട്ടുണ്ട്. വൈറ്റമിൻ ക്യാപ്സ്യൂളിൻ്റെ ഇത്രയേ ഉള്ളൂ ഒരു പേസ് മേക്കറിൻ്റെ സൈസ്. 2 weeks ബാക്ക് ദേ ഹാവ് ഡൺ, ഇപ്പം നമ്മുടെ റിബ് കേജ് ഓപ്പൺ ചെയ്യാതെ ദേ ഹാവ് പെർഫോം ദ ഫസ്റ്റ് കാർഡിയാക് ട്രാൻസ്പ്ലാന്റ്. സോ ടെക് വിൽ ഓൾവേസ് കീപ്പ് ഇവോൾവിങ്. ഇതിൻ്റെ മേജർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വെൻ ടെക് ഇവോൾവ്സ്, ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സ്കിൽ ഇവോൾവ് ചെയ്യണം, അല്ലേ? ഇപ്പം ഡോക്ടേഴ്സ് ആയാലും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയാലും നമുക്ക് ടെക്ക് നമുക്ക് മേടിച്ചു വയ്ക്കാം, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് സ്കിൽ ഉണ്ടെങ്കിലേ നമുക്ക് ആൾക്കാരിൽ എത്തിച്ച് ചേരാൻ പറ്റത്തുള്ളൂ. തേർഡ് പോയിന്റ് ഇസ്, see now everything is out on the open, പേഷ്യൻസിന് ഇപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ ഓൾറെഡി അവർക്ക് ഡയഗ്നോസിസ് അറിയാം. അപ്പോൾ എനിക്കിതാണ് പ്രശ്നം, നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ള ഒരു ഐഡിയയിലാണ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു ഹൈപ്പർ അവയർനെസ് നല്ലതാണോ അല്ലേ എന്നുള്ളത് ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്. See, when a patient comes to us, what we want is ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ് വേണ്ടത്. ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ മെൻ്റൽ വെൽബീയിങ്, അവരെവിടെയാണ്, അവരുടെ കൂടെ എന്തൊക്കെ ആൾക്കാരാണുള്ളത്, വാട്ട് ദേ റീഡ്, വാട്ട് ദേ ഈറ്റ്, എവ്രിതിങ് കോൺസ്റ്റിറ്റ്യൂട്ട് ടുവേർഡ്സ് ദിസ് ഹീലിംഗ് പ്രോസസ്സ്. ട്രീറ്റ്മെൻറ്റ് മാത്രമല്ലല്ലോ ഒരു ഹോസ്പിറ്റലോ ഒരു ഡോക്ടറോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഹൈപ്പർ അവയർനെസ് എപ്പോഴും ഒരു നല്ല കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. But we also need to evolve as a community so that we can accept much more tech better in a bigger way. ആക്ച്വലി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മെഡിസിൻ്റെ ഒരു ഹിസ്റ്ററി ഫ്രം വളരെ പൂർവിക കാലത്തേക്ക് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിന് എന്നും ഒരു മിസ്റ്ററി സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു മാന്ത്രിക നേച്ചറിൽ നിന്ന് ആ ഒരു മിസ്റ്ററി സ്വഭാവം, അല്ലെങ്കിൽ ഈ അറിവ് ആളുകൾക്ക് എത്രത്തോളം ഗുഹ്യമാകുന്നോ അത്രത്തോളം ഇതിൻ്റെ വീര്യം കൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ ചരിത്രം തന്നെ. അപ്പം ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവയർനെസ്, അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ് ഇപ്പോൾ ജീൻ തെറാപ്പി ആയാലും എക്സോൺ സീക്വൻസിങ് ആയാലും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സംഗതി എന്ത് തന്നെ ആയാലും അതിപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ്ലി ആക്സസിബിൾ ആണ്. അതേസമയം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം അത് അഡോപ്റ്റ് ചെയ്യാനോ അതിൽ ട്രെയിൻഡ് ആവാനോ ആ ഒരു സിസ്റ്റം നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ആ ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതൊരു വലിയ വിഷയമാണ്. ആക്ച്വലി ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള വക്കും മൂലയും കിട്ടാൻ അധികം സമയം വേണ്ട, പക്ഷേ ഇത് പൂർണ്ണമായി ട്രെയിൻ ചെയ്യപ്പെട്ട് ഒരു നാട്ടിൽ ഇതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്ത്, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോ പബ്ലിക് സെക്ടറിലോ അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു മെക്കാനിസം ഇല്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അറ്റ്ലീസ്റ്റ് പറയുന്നത് ടു ബി എ പേഷ്യൻറ്റ്, ക്ഷമയുള്ള പേഷ്യൻ്റ് ആവുക എന്നതാണ് ആദ്യം പറയുന്നത്. ഹെൽത്ത് കെയർ കനോട്ട് ബി ഇൻസ്റ്റൻറ്റേനിയസ്. 2 മിനിറ്റിൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇഫ് ഇപ്പം ആൾക്കാർ നമ്മളോട് ചോദിച്ചു വരുന്നു, സാറേ 2 ദിവസമല്ലേ ഹോസ്പിറ്റലിൽ ചെയ്തുള്ളൂ, സർജറി ഒരു ചെറിയ സ്കാറല്ലേ ഉള്ളൂ, ഇതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ടോ? ആ ചെറിയ സ്കാറിനും ആ 2 ദിവസം സ്റ്റേക്കും പിന്നിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഡോക്ടർ, ആ മെഡിക്കൽ പ്രാക്ടീഷണർ, ആ സ്റ്റാഫ് നഴ്സ്, ആ ടെക്ക് കൊണ്ടുവന്ന മാനേജ്മെൻറ്റ്, ദ എമൗണ്ട് ഓഫ് വർക്ക്, എഫേർട്ട് ആൻഡ് മണി വി പുട്ട് ഇൻ ഇസ് ഹ്യൂജ്. അപ്പം ആ പെർസെപ്ഷൻ മാറിയാൽ ഹീലിംഗ് ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു കാര്യം തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജിയിലുണ്ടാകുന്ന ഈ വിപ്ലവം ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇതിൽ പല ടെക്നോളജികളും ആളുകൾ അറിയുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണഫലം എന്ന് പറയുന്നത് പോലെ തന്നെ ഡോക്ടേഴ്സ് എന്ന നിലയിൽ നിന്ന് ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ, അത്തരം എക്സ്പീരിയൻസ് ഉണ്ടോ? അത്തരം എക്സ്പീരിയൻസുകൾ നമ്മളിന്നിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ പലപ്പോഴും വാർത്തകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ പേഷ്യൻസിന് ഇപ്പോൾ ഈ ഇത്രയും ഇൻ്റർനെറ്റും ബാക്കിയുള്ളതെല്ലാം ഇത്ര വളരെ ഈസിലി അവൈലബിളായി തുടങ്ങിയതോടുകൂടി തന്നെ പലപ്പോഴും ആളുകൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവർ ആദ്യം ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പം ഗൂഗിൾ ഡോക്ടറിൻ്റെ അടുത്താണ് ഇപ്പോൾ പലപ്പോഴും അസുഖങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ പല പേഷ്യൻസും നമ്മളടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ അസുഖത്തിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. അതതിൻ്റെ ഒരു നല്ലൊരു സൈഡാണ്. അതിൻ്റെ മറു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ ഡോക്ടറെ കാണുമ്പോൾ, ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരുന്ന പല പേഷ്യൻസും ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സോടുകൂടിയാണ് വരുന്നത്. അവരിപ്പം അവരുടെ അസുഖങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർ വയറിനുള്ളിൽ ക്യാൻസറോ ട്യൂമറോ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരവസ്ഥ നമ്മുടെ ഒരു ഡേ ടു ഡേ പ്രാക്ടീസിനകത്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുകയാണ്. പിന്നെ അത് മാത്രമല്ല, അവർ സെൽഫ് മെഡിക്കേഷൻസ്, പല ആളുകളും
അവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന വാർത്തകൾ വെച്ചിട്ട് അവർ തന്നെത്താനെ തന്നെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നെത്താനെ ഓവർ ദ കൗണ്ടർ വാങ്ങി കഴിക്കുന്നൊരവസ്ഥ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസസ് വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ഈ ഹെൽത്ത് മോണിറ്ററിങ് ഗാഡ്ജറ്റ്സ് ഇപ്പം ഭയങ്കര അവൈലബിളാണ്. അതിപ്പോൾ വാച്ചസ് ആണെങ്കിലും മറ്റതാണെങ്കിലും. അപ്പോൾ ഇത് പലതിൻ്റെയും വാല്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ നമ്മുടെ കാർഡിയോളജിയിലെ ഡോക്ടർ പറയുന്നത് പോലെ, ഫ്രണ്ട് പറയുന്നത് പോലെ തന്നെ പല ആളുകളും ഇപ്പോൾ അതിനകത്ത് ഒരു സ്പൈക്ക് കണ്ടെന്നോ അതിനകത്ത് റേറ്റ് കൂടിയെന്നോ ഒക്കെ പറഞ്ഞ് വളരെ ആങ്ഷ്യസ് ആയിട്ട് ഡോക്ടർമാരെ സമീപിക്കുന്ന അതിന് നല്ല വശമുണ്ട്, അതിൻ്റെ മറുവശമാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ വായിക്കുകയുണ്ടായി. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മധുര എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ അബ്ഡമിനൽ കണ്ടീഷൻസ് തന്നെത്താനെ ഗൂഗിൾ നോക്കി ഡയഗ്നോസ് ചെയ്യുകയും എന്നിട്ട് അതിന് സർജറി വേണമെന്ന് പുള്ളി തന്നെ തീരുമാനിക്കുകയാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, 32 year old. എന്നിട്ട് അയാൾ തന്നെത്താനെ സർജറി ചെയ്യുകയാണ്. യൂട്യൂബിൽ പല സർജറീസ് ഇന്നിപ്പോൾ അവൈലബിളാണ്. അപ്പോൾ ഇതൊരു 3 to 4 months മുമ്പുള്ള വാർത്തയാണ്. അപ്പോൾ അദ്ദേഹം തന്നെത്താനെ അബ്ഡോമിനൽ സർജറി ചെയ്ത് വളരെ ഗുരുതരാവസ്ഥയിൽ മറ്റേ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും പിന്നെ അവിടുന്ന് സാധാരണ സർജന്മാർ അതെല്ലാം തുന്നിക്കെട്ടേണ്ട അവസ്ഥ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മറു സൈഡ്. ഒരാൾക്ക് നല്ല പെർസെപ്ഷൻ ഉള്ളതുകൊണ്ട് നല്ല പെർസ്പെക്റ്റീവ് വരണമെന്നില്ല. ഇപ്പം ഒരാൾ കുറേ വായിക്കുന്നതുകൊണ്ടോ നോളജബിൾ ആയതുകൊണ്ടോ ഇമ്മാതിരി കാര്യത്തിൽ എക്സ്പോസ്ഡ് ആവുന്നതുകൊണ്ടോ അവരുടെ പെർസ്പെക്റ്റീവ് ഓൾവേസ് കറക്റ്റ് ആവണമെന്നില്ല. സോ AI or whatever kind of health tech at the end of the day ഒരു ടൂൾ മാത്രമാണ് അല്ലേ. we cannot replace whatever health care or a medical practitioner does. അതൊരു ടൂളായിട്ട് കൺസിഡർ ചെയ്യുക. സെക്കൻഡ് തിങ്, ഇവിടെയാണ് നമ്മൾ കുറച്ച് ഓൾഡ് സ്കൂൾ പോവേണ്ടത്. ഓൾഡ് സ്കൂൾ ഞാൻ ഉദ്ദേശിച്ചത് ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽസിനെയും കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടേക്ക് അവേ പോയിന്റ്. നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു കരുത്ത് നമ്മുടെ ആരോഗ്യ മേഖല നേടിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? ഉൾക്കൊള്ളാനുള്ള കരുത്ത് ആരോഗ്യ മേഖലയ്ക്കുണ്ട്. ആരോഗ്യ മേഖലയിൽ ആക്ച്വലി 2 തരത്തിലുള്ള സംഗതി വരും. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു സൈഡിൽ നടക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യും, പക്ഷേ അത് ഒരു ഹെൽത്ത് സിസ്റ്റം അതിനെ അഡോപ്റ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നതിനുള്ളൊരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവും. ഇത് മുൻ വർഷങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഈ ഗ്യാപ്പ് ചുരുങ്ങി വരികയാണെന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആസ്പെക്റ്റിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന സംഗതി ഉള്ളത്. അതിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു ഗ്യാപ്പ് പീരീഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുവിധം സാധ്യമാകുന്ന രീതിയിലെല്ലാം ഇവിടെ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഏരിയ ആയതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഒരു പോസിറ്റീവ് എലമെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയിലെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് പ്രൈവറ്റിലും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ സാദുള്ള സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞ വിഷയം അത് തന്നെയാണ്. മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ HR പൊട്ടൻഷ്യലാണ്. അപ്പം നമ്മുടെ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ HR പൂൾ എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിളാണ്, ട്രെയിനബിളാണ്. ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് ഈ പറയുന്ന ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് ജനങ്ങൾക്ക് ആ സേവനം എത്തിക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിനബിൾ ആയിട്ടുള്ള ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള ഈ ഏത് വിഭാഗത്തിൽ ഇപ്പോൾ ഡോക്ടർ, നേഴ്സ്, ഏത് വിഭാഗത്തിലുള്ള സ്റ്റാഫായി കഴിഞ്ഞാലും ആ അഡാപ്റ്റബിലിറ്റി ഉള്ള വിഭാഗമാണ്. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് കമ്പോണൻറ്റ് കാണാനുള്ളത്. നെഗറ്റീവ് സൈഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിനും അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും ഡെഫിനറ്റ്ലി ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. I 100% agree to what you said. നല്ല സ്കില്ല് കൊണ്ട് മാത്രമേ നല്ല ടെക്കിനെ പെർസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ ടെക്ക് കൊണ്ട് മാത്രം യു കനോട്ട് റിയലി ഡു വണ്ടേഴ്സ്. അതിനൊരു പെർഫെക്റ്റ് അനലജി ഞാൻ പറയാം. നിങ്ങളെല്ലാവരും ടെന്നീസ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് കണ്ടു കാണും. എവ്രിബഡി തിങ്സ് ടെന്നീസ് ഇസ് എൻ ഇൻഡിവിജ്വൽ സ്പോർട്ട്. പക്ഷേ അല്ല. വെൻ യു ലുക്ക് അറ്റ് ദ പ്ലെയർ ബോക്സ് ഇൻ എ ടെന്നീസ് മാച്ച്, യു വിൽ സി അറ്റ്ലീസ്റ്റ് 5 different types of coaches. ഹെഡ് കോച്ച് കാണും, ഫിസിയോതെറപ്പി കോച്ച് കാണും, മെൻ്റൽ കോച്ച് കാണും, so he'll have his own family supporting him, he'll have his huge fans. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ടെക് will only be successful when it is a community project. ഒരു ഹോൾ കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ മാത്രമേ
ടെക്കിനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ എക്കണോമിക്കലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഹോസ്പിറ്റലോ ഒരു ഡോക്ടറോ ഒരു സ്ഥാപനമോ വിചാരിച്ചാൽ നമുക്കൊരു പുതിയ ഇൻഫ്രാസ്ട്രക്ചറിനെ കൊണ്ടുവരാം, നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് കെയർ മാപ്പിൻ്റെ ഹോൾ പെർസ്പെക്റ്റീവ് മാറ്റിക്കളയാം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് പോസിബിൾ. ഒരു കമ്മ്യൂണിറ്റി എഫേർട്ട് വേണം. സോ നമുക്കിതിൽ ഇത്തരം ചില പരിമിതികൾ നമ്മൾ ആശങ്കകളായി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എങ്ങനെ നമുക്ക് കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? നിലവിൽ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ഇത് ഈ മറ്റേതൊരു രംഗത്തെ പോലെയും ഈ രംഗത്തും ഇത്തരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമേ അതിനൊരു മാർഗമായിട്ടുള്ളൂ. അതിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്സാണ്. അപ്പോൾ ഈ ടെക്നോളജി ഒരു ഗ്രോയിങ് ഫേസിലാണ്. അപ്പോൾ ആ ടെക്നോളജിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. പക്ഷേ ഇത് അപ്പാടെ വിഴുങ്ങുകയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയിലെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസും ഒക്കെ അതിൻ്റെ എക്സ്പെർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യേ അതിനൊരു മാർഗമായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന പാടെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകളും ബാക്കി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. നമുക്കിനി ഓഡിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു മാതൃഭൂമി ഫോർ കണ്ടക്ടിങ് എ വണ്ടർഫുൾ സെഷൻസ് ഇവോൾവ് ഹെൽത്ത്. എനിക്ക് ഇതിൽ ആസ് എ മാനേജ്മെൻറ്റ് പാർട്ട് ഓഫ് ദ ഇതിൽ പറയുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര ത്രില്ലായിരിക്കുന്നു. വളരെ ജനറേഷൻസായിട്ട് എവറി 2 years 3 years വരുന്നു, പുതിയ പുതിയ ഗാഡ്ജറ്റ്സ് വരുന്നു, ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗാഡ്ജറ്റ്സ് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഫണ്ട് റൈസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സർവേ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു നെഗറ്റീവ് പോയിൻ്റ് ഈസ് നമ്മൾ അൺവാണ്ടഡായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രഷൻ കൂടുമോ? പണ്ടൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് 5 വർഷം 6-10 വർഷം കൊണ്ടാണ് ഓരോ ഗാഡ്ജറ്റ്സും ഓരോ ഒരു ഇൻവോൾവ്മെൻറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം AI വന്നു, റോബോട്ട് വന്നു, അടുത്തത് വാട്ടർ എന്ന് പറഞ്ഞ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ തന്നെ അടുത്ത ഇറങ്ങാണ്. അടുത്ത ഉടനെ തന്നെ ഡോക്ടർമാർ പറയാണ് മറ്റേ ഐറ്റം കൂടെ വന്നാലേ പറ്റത്തുള്ളൂ, മറ്റേ ഹോസ്പിറ്റലിൽ മറ്റേ ഈ ഐറ്റങ്ങൾ വന്നു. അത് നമ്മൾ എങ്ങനെ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യുന്നു, അത് നമുക്ക് എങ്ങനെ പ്രയോജനകരമായി അലാറമിങ് കാസ്റ്റ് വരുന്നുണ്ട്. ആ കാസ്റ്റിനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? അത് നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ ഈ ഇത്രയും ഹോസ്പിറ്റൽസ് കൂടിയിരിക്കുന്നത് കൊണ്ട് എല്ലാ ഹോസ്പിറ്റൽസിനും ഓരോ ഐറ്റങ്ങളിലും ഒരു റോബോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ 35 crores ആണ്. ഒരു റോബോട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു 5-6 ഹോസ്പിറ്റൽസ് ചേർന്ന് എക്യുപ്മെൻറ്റ് ഈസ് ഹാവിങ് വാല്യൂ ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ്. ഇല്ലെങ്കിൽ ഒരു 3 വർഷം കാണുമ്പോൾ അബ്സലിറ്റ് ആവും. ആ കാലഘട്ടത്തിൽ ഒരു 3-4 ഹോസ്പിറ്റൽസ് ചേർന്ന് ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കുകയും അതിനെ മാക്സിമം യൂസ് ചെയ്താൽ, അങ്ങനെ ഒരു കൂട്ടായ്മയും കൂടെ പല ഹോസ്പിറ്റൽസിലും ചെയ്താൽ ഉപകാരമായിരിക്കും. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ 4-5 ഹോസ്പിറ്റൽസ് ചേർന്ന് ചെയ്താൽ, അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഓക്കെ. Myself, Amal Shahu. I am the founder and CEO of VitalView AI. So we are a public health intelligence platform. So we are collaborating with Medical College Trivandrum and Jesus Mysore. The problem we are facing, all these years we have been developing these models and all these things, the accuracy is very low. And doctors are saying that it's bad. So we need proper research. AI is just now, it's like a baby. It's like ChatGPTs and all, like it's a pattern matching system. They are not actual AI. To build those kinds of systems, we need huge collaboration, not only with public sector or government hospitals, we need support from private sectors too. If government or if a private company or a startup is starting a new research plan which is going to collaborate with all
big hospitals here in Trivandrum. Are these hospitals willing to collaborate with this research and building a joint system together? സോ ബേസിക്കലി രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഡിസ്കഷൻ പോയിന്റിലേക്ക് വരാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഇത് AI ബേസ്ഡ് ആയിട്ടുള്ളത് ഇതെല്ലാം ഒരു പ്രൊഡിക്റ്റീവ് സംഗതികളാണ്. അപ്പോൾ ഈ പ്രൊഡിക്റ്റീവ് സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡാറ്റ വേണം, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള സംഗതികൾ വേണം. അത് ശരിയാണ്. ഇപ്പം പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി നാഷണൽ ലെവലിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും ഉള്ളത് ഇപ്പം ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആയാലും ഹെൽത്ത് ആയാലും ഇതെല്ലാം വൈഡ് ഡാറ്റ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് AI എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള സാധ്യതയാണ്. ഇൻ്റഗ്രേഷൻ പല രീതിയിൽ പല ലെവലുകളിലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി വി കൻ തിങ്ക് അബൌട്ട്. എൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയേണ്ട ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ AI പ്ലാറ്റ്ഫോംസ് എല്ലാം ഈ പറയുന്ന പോലെ ഹ്യൂജ് ഡേറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം ഡേറ്റ വെച്ചിട്ടാണ് ഈ AI അനാലിസിസ് പലപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം തരുന്നത്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റ ഷെയറിങ്ങിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പേഷ്യൻസിൻ്റെ ഡേറ്റയാണ്. സോ ദർ ഇസ് ഓൾവേസ് എ പ്രൈവസി ഇഷ്യൂ. സോ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഡേറ്റ ഷെയറിങ്ങും മറ്റത്തിനുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് പോളിസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഇല്ലെങ്കിൽ പലപ്പോഴും ഇത് എങ്ങനെ ഷെയർ ചെയ്യും, എങ്ങനെ ഇത്തരത്തിലുള്ള കൊളാബറേറ്റീവ് ഇഷ്യൂസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ വളരെ നേസൻ ഫേസിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈവസി ഇഷ്യൂസ് എല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം അത്തരത്തിലുള്ള ഒരു ഡേറ്റ കമ്പൈലേഷൻ പലപ്പോഴും പറ്റത്തുള്ളൂ. Data-driven development, in 1980s we have seen these statistical models. The first system in medical, 1950, there was a paper published in Science Journal. The doctors tried to use not artificial intelligence, some technology to predict diseases, permutations and combinations, basic things. 2002 and 3 we understood, okay, not rules, data is the power. We can build. But it's been 25 years. Not data is not the king right now. Every company, including ARC, OpenAI, they are trying to build systems with very minimal annotation, just 2 or 3 annotations. The system will automatically adapt, and system will the skill acquisition will happen automatically. So these kinds of systems are coming. To build these kinds of systems without relying on data, we can easily predict diseases which is not going to happen new. So these kinds of research, is there any acceleration or anything happening in Kerala or any other hospitals within their own research sector? I'll ask one more question. As far as healthcare is concerned, we know the fact that affordability is a major challenge, particularly for the private sector. As far as innovation and technology is concerned, it is directly proportional to the cost of treatment. So what is the way forward, and is there anything government is seriously considering to bring down the cost? Certainly you can bring our own technology, you can engage private players when it comes to manufacturing, or even when it comes to the pharmaceutical industry. We don't have 90 to 95% of our, even 99%, up to 99% of the medicines what is being purchased, almost 15,000 crores are there as far as Kerala is concerned, the purchase per year. So 99% is outsourced. What government is looking at, or is there any plan in mind? Thank you. So this is regarding the procurement of... Exactly. Is there any plan for the government to, encourage more production, or to have more device park, medical device park, or pharmaceutical industry? Is there any sort of encouragement from the government so that the private sector will come in? So there is more of these things happen, especially in the novel drugs, in the rare diseases, or in the novel therapies, which I am taking care of. So I can talk about that in detail, I think. So recently, if you think about few medicines that we use in not so common diseases, there are many products, the generic medicines, which are patented products, as you know, which is not feasible to be manufactured so easily in a country. But there are many agencies within the country which is being supported by the government of India for production and manufacturing of these costly medicines. That is one part that I would like to point out in this thing. Other than that, we have a procurement model where we can support the private sector. What we do in rare disease management, we are actually providing the drug support to patient admitted in the private sector from the public sector.
So these are some of the models that exist. Apart from that, that needs something beyond this body to discuss, I think. യെസ്, അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ വളരെ നല്ല ഒരു പ്രതീക്ഷയോടുകൂടി പുതിയ കാര്യങ്ങളെ വൈദ്യശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം ഇവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഈ സെഷൻ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. Thank you, everybody. As we transition to our next session, let's take a moment to appreciate our panelist and moderator. Please join me in presenting mementos to our panelist. I invite Mr. Vinod Kumar S., Senior Manager, Media Solutions Print, to hand over the mementos to our guest. Dr. Subhash R., Dr. Aditya S., Dr. Rahul UR, Mr. Sajil C.